വയനാട് കളക്ടറേറ്റിനടുത്ത് അമ്മയും മകനും താമസിക്കുന്നത് മാലിന്യം നിറഞ്ഞ കക്കൂസിനുള്ളിൽ. ജില്ലാ ഭരണകേന്ദ്രത്തിനടുത്തായിട്ടും ആരും ഇവരെ കണ്ട ഭാവം പോലും കാണിക്കുന്നില്ല. ചവറുകൂനകൾക്കിടയിൽ ഒരു ടോയ്ലറ്റ്. അതിനുള്ളിലാണ് വിധവയായ ഫാത്തിമയും മകൻ റിൻഷാദും കഴിയുന്നത്. ഒരാഴ്ച മുമ്പ് വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ മുതലാണ് ഇങ്ങനെ. പോകാനിടമില്ലാത്തതിനാൽ അന്ന് തൊട്ട് തന്നെ ടോയ്ലറ്റിൽ അഭയം തേടി. ഇപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. മറ്റു വാടകക്കാർക്ക് മലമൂത്ര വിസർജനം നടത്താൻ പറ്റുന്നില്ലത്രേ. ഇനി എന്ത് ചെയ്യണമെന്ന് രോഗിയായ ഫാത്തിമയ്ക്കും അറിയില്ല. എന്നെ കുട്ടിനെ പഠിപ്പിക്കണം, അവനെ വളർത്തി വലുതാക്കണ്ടേ. ഇപ്പൊ എനിക്ക് സുഖമല്ല, അതാണ്. പണിക്ക് പോകാനും പിന്നെ ഇതില്ല, കാശുമില്ല. ഓലും ഇപ്പൊ നാളെ തന്നെ ഇവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി റിൻഷാദിന്റെ കാര്യം എടുക്കാം. 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സ്കൂളിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അമ്മയെ ഇവിടെ തനിച്ചാക്കിയിട്ട് എങ്ങനെ പോകും? പിന്നെ ഉമ്മാക്ക് സുഖമല്ല, അങ്ങനൊക്കെ ആയിട്ട് കുറച്ചു ദിവസം എന്റെ സ്കൂള് അങ്ങനെ പോയത്. അതുകൊണ്ടാ പിന്നെ ഞാൻ സ്കൂളിൽ പോകാത്ത. ആരെങ്കിലും ഞങ്ങളെ സഹായിക്കുമോ? സഹായിച്ചെങ്കിൽ സ്കൂളിൽ പോകാമായിരുന്നു. തിരിച്ചു പോരുമ്പോൾ കണ്ണീരോടെയുള്ള റിൻഷാദിന്റെ ചോദ്യമായിരുന്നു. ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.